Welcome all. Today on day 4 നമ്മൾ പുതിയൊരു ഹാബിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. ഇതുവരെ നമ്മൾ കുറച്ച് നല്ല ഹാബിറ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണ്. ദാറ്റ് ഈസ് യു ഹാവ് ടു സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ഫോർ 15 to 30 minutes. നിങ്ങൾ ആദ്യം തുടക്കക്കാരായതുകൊണ്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് വരെ സംസാരിച്ചാൽ മതി. ബട്ട് ടൈം പോകുന്തോറും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ ആ ടൈം ഡ്യൂറേഷൻ കൂട്ടണം. ഓക്കെ, ഇനി അടുത്ത് നിങ്ങളുടെ ഡൗട്ട് എന്ന് വരുന്നത്, ഞാൻ ആരോട് സംസാരിക്കും, എനിക്ക് അതിനെ പറ്റിയ ഒരു കൊളീഗ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് അതുപോലത്തെ ഒരു ഫ്രണ്ട് ഇല്ല. നോ വറീസ്, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാം അല്ലേ. അതിന് ആരുടെയും പെർമിഷനോ അല്ലെങ്കിൽ അവരുടെ ടൈമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ടോക്ക് ടു യുവർ സെൽഫ്, ലൈക്ക് യു ക്യാൻ ലുക്ക് ഇൻ ടു ദ മിറർ, യു ക്യാൻ ലുക്ക് അറ്റ് ദ വാൾ, അങ്ങനെയൊക്കെ പല പ്രാക്ടീസസ് നിങ്ങൾക്ക് ചെയ്യാം അല്ലേ. ഓർ എൽസ് യു ക്യാൻ റെക്കോർഡ് ആൻ ഓഡിയോ ഓർ എ വീഡിയോ. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഒരു വീഡിയോ എടുക്കാം. നിങ്ങളുടെ കണ്ടിട്ടില്ലേ വ്ളോഗേഴ്സ് ഒക്കെ ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി മാത്രം, മറ്റുള്ളവരെ കാണിക്കണമെന്നോ എവിടെയും അപ്ലോഡ് ചെയ്യണമെന്നോ ഒന്നുമില്ല. യു ക്യാൻ ഒബ്സർവ്. നിങ്ങൾ എടുത്ത വീഡിയോ നിങ്ങൾ ജസ്റ്റ് അത് ഫിനിഷ് ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചിരിയൊക്കെ വരും ആദ്യത്തെ ഒരു നോട്ടത്തിലൊക്കെ. ബട്ട് നോ വറീസ്, നമ്മൾ അറ്റ് എനി കോസ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ ഇംഗ്ലീഷ്. വി ഹാവ് ടു സ്പീക്ക് വെരി കോൺഫിഡൻ്റ്ലി ആൻഡ് വി ഹാവ് ടു സ്പീക്ക് വെരി ഫ്ലുവൻ്റ്ലി. ദാറ്റ് ഈസ് ദ എഫേർട്ട് ദാറ്റ് യു ഹാവ് ടു പുട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുക. നിങ്ങൾ 15 to 20 മിനിറ്റ് ആദ്യം തുടക്കക്കാരെന്നുള്ള നിലയിൽ നിങ്ങൾ അങ്ങനെ സംസാരിക്കുക. ഡെയിലി നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഫ്രീ ടൈം ഉണ്ടാവും അല്ലെ, വർക്ക് ഒക്കെ കഴിഞ്ഞ് വന്ന് അല്ലെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഫ്രീ ടൈം ഉണ്ടാവും. യു ക്യാൻ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. ഡോണ്ട് മിസ് ഇറ്റ് ഔട്ട്. ദിസ് ഈസ് എ വെരി ഇഫക്റ്റീവ് മെത്തേഡ്. ഓക്കെ, ലൈക്ക് വി ഓൾ പ്രാക്ടീസ് ഇറ്റ് ലൈക്ക് ദാറ്റ്. നമ്മളൊന്നും ഇങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ജനിച്ചപ്പോഴേ ഇംഗ്ലീഷ് പഠിച്ചിട്ട് വന്നവരല്ല. ഈ പ്രാക്ടീസ് ആണ് നമ്മളെ ഇങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട്, ഒരുവിധം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പഠിപ്പിച്ചത് അല്ലേ. സോ യു ഷുഡ് ഓൾസോ ബിക്കം എ ഫ്ലുവൻറ്റ് സ്പീക്കർ ഓഫ് ഇംഗ്ലീഷ്. സോ ഡു ദിസ് വിതൗട്ട് എനി ഡിലേ. Take 15 to 20 minutes initially and then increase your time to 30 minutes, and then you can increase to 1 hour or half the day or full day. You can do it like that and be a good speaker of English. All the very best. Now I am here with another set of vocabulary. The first one is generous. The word is generous. Generous എന്ന് പറഞ്ഞ വേർഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Generous എന്ന് പറഞ്ഞാൽ എന്താണ്? That is to willing to give more than necessary. ദാനശീലമുള്ള, ജനറസ് ആണ്, ഭയങ്കര ദാനശീലമുള്ള ആളാണെന്ന് പറയുന്നത് ഇങ്ങനെ, അവൻ ജനറസ് ആണ് എന്ന് നമുക്ക് പറയാം, ഇംഗ്ലീഷും മലയാളം കൂടി ചേർത്ത് അല്ലേ. So that is the word, and similar words are giving, kind, unselfish. And now we can look into the examples. He was generous with his time and helped everyone in need. അവൻ എന്താണ്, വളരെ ദാനശീലനാണ്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കണ്ടറിഞ്ഞ് മറ്റുള്ളവർക്കും കൊടുക്കുന്ന ആളാണ്. സഹായങ്ങളൊക്കെ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ, അവന് കിട്ടുന്ന ഒരു മിഠായി മറ്റൊരാൾക്ക് ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് കൊടുക്കുമ്പോൾ അതൊരു ജനറോസിറ്റി ആണല്ലേ. അപ്പോൾ he is very generous. That is the example given here. And the next sentence is, being generous often brings happiness to both the giver and the receiver. Generous ആവുമ്പോൾ കൊടുക്കുന്ന ആൾക്കും സന്തോഷം, വാങ്ങിക്കുന്ന ആളും നമ്മളെ ഒന്ന് ബ്ലസ് ചെയ്യും അല്ലേ. അല്ലെങ്കിൽ മിക്ക ആൾക്കാരും ആറ്റിറ്റ്യൂഡ് അനുസരിച്ചാണ്, ബട്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വിൽ ഡു ദാറ്റ്. നമുക്ക് നമ്മളോട് ഒരു നന്ദിയുള്ളവരായിരിക്കും കൊടുക്കുമ്പോൾ. കൊടുക്കുന്ന ആൾക്കും സന്തോഷം, വാങ്ങിക്കുന്ന ആൾക്കും സന്തോഷം. ദാറ്റ് ഇസ് ദ വേർഡ് ജനറോസിറ്റി. യു ഷുഡ് ഓൾസോ ബി ജനറസ്. ഓക്കെ, now comes the another unique word, that is either way. It's fine. That is ഇതൊരു പുതിയ ഒരു വേർഡ് ആണ്. അതിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞാൽ, യൂസ്ഡ് ടു ഷോ ഫ്ലെക്സിബിലിറ്റി ഓർ ഇൻഡിഫറൻസ്. അതായത് എങ്ങനെ വേണമെങ്കിലും നന്നായിരിക്കും. ഈതർ വേ ഇറ്റ്സ് ഫൈൻ. അങ്ങനെ നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാലോ. ഇപ്പൊ ഒരു കോസ്റ്റ്യൂം നമ്മൾ ഇട്ടു, അതൊരു സ്റ്റൈൽ ചെയ്യാണ്. നമ്മൾ ആരെങ്കിലോടും ഒരു ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ്, കൊള്ളാമോ? ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നന്നായിരിക്കും, അല്ലെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം, നന്നായിരിക്കും. ദാറ്റ് ഈസ് ദ യൂസേജ്. ആൻഡ് ദ എക്സാമ്പിൾസ് ഹിയർ ആർ, Neha is saying, should we watch a movie or go for dinner? And Karan is replying, Karan പറയാണ്, either way it's fine. ഏതായാലും കുഴപ്പമില്ല, രണ്ടായാലും I am okay, I am fine with that. Okay. ആൻഡ് നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാം. നിങ്ങളുടെ ഫ്രണ്ട് ചോദിക്കണം, നമുക്ക് ഇന്ന് ഒരു ട്രിപ്പ് പോയാലോ, അത് നമുക്ക് ഒരു ഫിലിമിന് പോകണോ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? either way is fine എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയാം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ്, would you like to start the session now or later? ഇപ്പൊ നിങ്ങൾക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നാണോ അതോ പിന്നീട് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നാണോ എന്ന് ചോദിക്കാൻ. അപ്പൊ എന്താ പറയുന്നത്? either way is fine, I am okay with both options. ഇതൊരു പ്രാക്ടിക്കൽ
സെൻസിൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസേജ് ആണ്. ഈതർ വേ ഇറ്റ്സ് ഫൈൻ, ഈതർ വേ ഏതായാലും കുഴപ്പമില്ല, രണ്ടായാലും നന്നായിരിക്കും എന്ന് പറയുന്നതാണ് ആ വേർഡ്. And the next word for you is confident. Confident, and it is an adjective. അതൊരു adjective ആണ്. Confident എന്ന് പറഞ്ഞതാണ് ആത്മവിശ്വാസമുള്ള. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്ത് വേണം? നല്ല കോൺഫിഡൻസ് വേണമല്ലേ, നല്ല ആത്മവിശ്വാസം ഉണ്ട് വേണം. ആത്മവിശ്വാസമുള്ള ആള് മണ്ടത്തരമാണെങ്കിലും എന്ത് പറയും? നന്നായി സംസാരിക്കും അല്ലെ. ഗ്രാജുവലി ദേ വിൽ ഇംപ്രൂവ്. നമ്മൾ കോൺഫിഡൻസ് ഇല്ലാതെ മിണ്ടാതെ പേടിച്ചിരുന്നാൽ നമുക്ക് ഒന്നും സംഭവിക്കാൻ ഒരു ചേഞ്ചസ് ഉണ്ടാവാൻ പോകുന്നില്ല. ബട്ട് കോൺഫിഡൻസോട് കൂടി ഫൂളിഷ്നെസ് വിളിച്ചു പറയുന്ന ആള് ഫൂളിഷ്നെസ് ഇംഗ്ലീഷ് സ്പീക്കിംഗിൽ വിളിച്ചു പറഞ്ഞാൽ ബട്ട് ഗ്രാജുവലി ഹി വിൽ ഇംപ്രൂവ് അല്ലെ. ഞാൻ പറഞ്ഞത് എന്താണ്? നമുക്ക് അറിയില്ലെങ്കിലും നല്ല കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കണം. തെറ്റാണെങ്കിലും കുഴപ്പമില്ല, തെറ്റൊക്കെ നമുക്ക് തിരുത്താനുള്ള അവസരങ്ങളുണ്ടല്ലേ. ദാറ്റ് ഇസ് ഇറ്റ്. സോ സിമിലർ വേർഡ്സ് ഏതൊക്കെയാണ്? സെൽഫ് അഷ്യൂർഡ്, ബോൾഡ്, ഫിയർലെസ്. And some examples are here. She feels confident about her presentation tomorrow. അവൾക്ക് നല്ല ധൈര്യമുണ്ട് അവൾ നാളെ ചെയ്യാൻ പോകുന്ന പ്രസന്റേഷനിൽ. നെക്സ്റ്റ് വൺ ഈസ് എ കോൺഫിഡൻറ്റ് പേഴ്സൺ ക്യാൻ ഇൻസ്പയർ അതേഴ്സ് ഈസിലി. കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും. ഇഫ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പം ടേക്കിംഗ് മൈ എക്സാമ്പിൾ, ഞാൻ അത്ര ഫ്ലുവൻ്റ് ഒന്നും ആയിരുന്നില്ല ഇനീഷ്യൽ ഡേയ്സ് ഓഫ് മൈ സ്പീക്കിംഗ്. ബട്ട് വാട്ട് ഐ ഡിഡ്, എനിക്ക് അങ്ങനെ ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ പക്കയായിട്ട് ഒരു ലെസൺ തരാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. ബട്ട് വാട്ട് ഐ ഡിഡ്, ഐ പ്രാക്ടീസ് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് വെരി വെൽ എവറി ഡേ. എന്നും ഞാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു. ലൈക്ക് ഐ എം ടെലിംഗ് ഇറ്റ് ഓണസ്റ്റ്ലി, ഞാൻ സത്യസന്ധതയോടുകൂടി പറയാണ്. ലൈക്ക് വെൽ ഐ ട്രാവൽ ഇൻ മൈ സ്കൂട്ടർ, വൈൽ ഐ ആം ഇൻ കാർ, വൈൽ ഐ കുക്ക് സം ഡിഷസ്, എപ്പോഴും ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. അതുപോലെ ഐ യൂസ് ടു ദിസ് ഇസ് എ വെരി ഓണസ്റ്റ് റെസ്പോൺസ്. ഓക്കെ, ആൻഡ് യു ക്യാൻ ഓൾസോ ടേക്ക് ഇറ്റ് ആസ് എ റെഫറൻസ്. വെൻ ഐ കുക്ക് സംതിങ്, ഞാൻ എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പിയൊക്കെ കുക്കിംഗ് ചാനൽ പോലെ ഇംഗ്ലീഷിൽ പറയായിരുന്നു. സോ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. സോ യു ക്യാൻ ഓൾസോ ഡു ദാറ്റ്. ദാറ്റ് ഈസ് മൈ കോൺഫിഡൻസ്. ദാറ്റ് മച്ച് ഐ വാസ് കോൺഫിഡൻറ്റ് ഇൻ മൈ bad English, but I hope I have improved a bit more and I can speak like a fluent speaker now. That is it. The next word for you is rather. Rather is an adverb. Adverb എന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ട് കാണുന്നതാണ് അല്ലെ. adverb എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ ഉണ്ട് ആ വേർഡിന്റെ ഒരു മീനിങ്. വെർബിന്റെ കൂടെ വരുന്നത്, വെർബിനെ മോഡിഫൈ ചെയ്യുന്നതാണ് adverb. Okay, and the meaning of the word rather is used to indicate preference or degree or to modify a statement. മാത്രമല്ല മറിച്ച് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് rather. നമുക്ക് എക്സാമ്പിൾസ് നോക്കുമ്പോൾ മനസ്സിലാവും. I would rather stay home than go out in the rain. ഞാൻ വീട്ടിൽ നിൽക്കാം, ഈ മഴയത്ത് പുറത്തു പോകുന്നതിനെക്കാട്ടും നല്ലത് വീട്ടിൽ നിൽക്കാം. മനസ്സിലായോ? That is the usage. And similar words are instead, somewhat, quite. എന്തിനാണ് വെറുതെ മഴ നനയുന്നത്, അതിന് പകരം ഞാൻ വീട്ടിൽ നിന്നേക്കാം എന്ന് പറയില്ലേ, അതാണത്. The next example is the movie was not bad, rather it was quite entertaining. എന്താണ്? മൂവി മോശമൊന്നുമല്ല, പക്ഷേ എന്താണ്, അത് നല്ല ഇൻട്രസ്റ്റിംഗ് എന്റർടൈനിങ് ആയിരുന്നു, നമുക്ക് നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ എന്ന് പറയാണ്. ഇൻസ്റ്റെഡ് ഇറ്റ് വാസ് എന്റർടൈനിങ് എന്നാണ് അതിന്റെ അർത്ഥം. Hope it's clear for you. Now the next word for you is polite. Polite is an adjective. Polite എന്ന് പറയുന്നത് ഒരു adjective ആണ്. And the meaning of the word is having or showing good manners. അതായത് polite എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഒരു ബിഹേവിയർ ആണ് അല്ലെ. വിനയപൂർവം, വിനയം, അതിനെ കാണിക്കുന്നതാണ് politeness. And some other similar words are courteous, respectful, well mannered. അതാണ് സിമിലർ ആയിട്ടുള്ള വേർഡ്സ്. ആൻഡ് എക്സാമ്പിൾസ് ആർ the waiter was polite and attentive to our needs. വെയിറ്റർ എന്താണ്, വളരെ വിനയത്തോടു കൂടിയാണ് വന്ന് നമ്മളോട് ഓർഡർ എടുത്തത് ഹോട്ടലിൽ നമ്മൾ ചെന്നപ്പോൾ. ദാറ്റ് ഇസ് ദ ബിഹേവിയർ ഓഫ് ദ വെയിറ്റർ ടുവേർഡ്സ് ദ കസ്റ്റമർ കെയിം ഇൻ ടു ദ റെസ്റ്റോറൻറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഓൾവേസ് ബി പൊളൈറ്റ് വെൻ അഡ്രസ്സിങ് യുവർ എൽഡേഴ്സ്. നമ്മൾ നമ്മുടെ എൽഡേഴ്സിനോട് ബിഹേവ് ചെയ്യുമ്പോൾ നമ്മൾ പൊളൈറ്റ് ആയിട്ട് വേണം ബിഹേവ് ചെയ്യേണ്ടത്. നമ്മൾ വളരെ വിനയത്തോടു കൂടി താഴ്മയോടെ വേണം നമ്മളുടെ എൽഡേഴ്സിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യാൻ. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് പൊളൈറ്റ്. പൊളൈറ്റ് ഒക്കെ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ ആവശ്യം വരുന്ന വേർഡാണ്. സോ ടേക്ക് എ നോട്ട് ഓഫ് ദാറ്റ്. ഓക്കെ, ഇനിയും അടുത്തതായിട്ട് നിങ്ങൾക്ക് ഞാൻ തരുന്ന വേർഡ് എന്ന് പറയുന്നത് സൗണ്ട്സ് ഗുഡ്. അതൊരു യൂസേജ് പോലെയുള്ളതാണ്. എന്താണത്? യൂസ്ഡ് ടു എക്സ്പ്രസ് എഗ്രിമെന്റ് ഓർ അപ്രൂവൽ ഓഫ് ആൻ ഐഡിയ ഓർ സജഷൻ. നിങ്ങളൊരു
ഒരു ടീമിൽ വർക്ക് ചെയ്യാണ്, ഒരു കമ്പനിയിലെ ഒരു ടീമിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ മാനേജർ അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ ഒഫീഷ്യൽ ഒരു സജഷൻ പറഞ്ഞു ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, മാനേജർ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ഐഡിയ. അന്നേരം നിങ്ങൾക്ക് എന്ത് പറയാം? ഓക്കെ, ഗുഡ്, ഈസ് ഇറ്റ് ഓക്കെ, അങ്ങനെയൊക്കെ പറയുന്നതിന് പകരം ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ പ്രൊഫഷണൽ അല്ലേ, അതൊരു സുഖമില്ല കേൾക്കാൻ, അതൊട്ടും പ്രൊഫഷണലും അല്ല. യു ക്യാൻ ടെൽ യുവർ മാനേജർ ലൈക്ക് യാ ഇറ്റ് സൗണ്ട്സ് ഗുഡ്, അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് ഡൺ. Okay, you are very good in English. They will they will analyze that yes, this person is using good language. It's she or he is a very good speaker. And another thing is that similar ആയിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഇസ് സൗണ്ട്സ് ഗുഡ്, നല്ലതെന്ന് തോന്നിക്കുന്നത്, അങ്ങനെ തന്നെ, നന്നായിരിക്കും, അങ്ങനെയൊക്കെ പറയാനാണ് നമ്മൾ സൗണ്ട്സ് ഗുഡ് എന്ന് പറയുന്നത്. അത് കൊള്ളാലോ, അത് കൊള്ളാം, യാ നിങ്ങൾ പറഞ്ഞ ഐഡിയ കൊള്ളാം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഈ ഒരു സൗണ്ട്സ് ഗുഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് എക്സാമ്പിൾസ് ആർ ഹിയർ. നേഹ സെസ് let's meet at 5 p.m. and Karan is telling sounds good. നേഹ പറയണെങ്കിൽ നമുക്ക് 5 മണിക്ക് മീറ്റ് ചെയ്താലോ. അപ്പൊ കരൺ എന്താ പറയുക? അത് നന്നായിരിക്കും, ആ ഒരു ഐഡിയ നന്നായിരിക്കും. Next example, we will send you the details by email. And the other person is replying sounds good, thank you. ഒരാൾ പറയാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഡീറ്റെയിൽസ് മെയിൽ വഴി അയച്ചു തരാം. അപ്പം നെക്സ്റ്റ് ലിസണർ എന്താണ് പറയുന്നത്? ദാറ്റ് സൗണ്ട്സ് ഗുഡ്, നന്നായിരിക്കും, ആ ഒരു മെത്തേഡ് നന്നായിരിക്കും, താങ്ക് യു എന്ന് പറയാണ്. ഗോട്ട് ഇറ്റ്? ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഈ ഒരു യൂസേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഡെയിലി കോൺവെർസേഷൻസിൽ. സോ യു ക്യാൻ ഇൻക്ലൂഡ് ദാറ്റ് ഓൾസോ. ഓക്കെ, now I am giving you the vocabulary activity. നിങ്ങൾക്കിപ്പോൾ ഒരു 6 വേർഡ്സ് കിട്ടിയിട്ടുണ്ട്. 6 ന്യൂ വേർഡ്സ് ആണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്നും ചെയ്യുന്നത് പോലെ തന്നെ ഈ ഓരോ വേർഡ്സ് ഉപയോഗിച്ച് സെന്റൻസസ് ഉണ്ടാക്കുക. യു ക്യാൻ റെക്കോർഡ് ഓഡിയോ ഓൾസോ. യു ക്യാൻ സെൻഡ് ഇറ്റ് ടു യുവർ ട്രെയിനർ ആൻഡ് ഗെറ്റ് ഇറ്റ് കറക്റ്റഡ് ഫ്രം ദെയർ. ഓക്കെ, ഡോണ്ട് മിസ് ദിസ് ഔട്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് ആണ്. ഇങ്ങനെ പ്രാക്ടിക്കൽ എന്താണ് ഒരു നേച്ചറുള്ള ടാസ്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ഫൈൻ. So you can send the audio as well as the sentence constructed by you to your trainer. Okay, now here comes the calling activity for day 4. Day 4 നമ്മൾ കൊടുത്തിരിക്കുന്ന ടോപ്പിക് മൈ ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ് ആണ്. നിങ്ങളുടെ ഹോബീസ്, ഇൻട്രസ്റ്റ് ഒരുപാട് പറയാനുണ്ടാവും നിങ്ങൾക്ക് അല്ലേ. പലർക്കും പല ഹോബി ഇൻട്രസ്റ്റ് ആണ്. സോ ഇറ്റ്സ് ഫ്രീ ഫോർ യു. യു ക്യാൻ ടോക്ക് ടു യുവർ ട്രെയിനർ